ബിസിനസ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് തീരെ അലൗഡ് അല്ലായിരുന്നു, ഹസ്ബൻഡ് തീരെ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഒരുപാട് കട്ടിലിന്റെ ചോട്ടിൽ കൊണ്ടുവന്ന് പ്രൊഡക്റ്റ് ഇട്ടിട്ടും ഹസ്ബൻഡ് കാണാതെ പുറത്തിറങ്ങി പോയിട്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് ഇത് ഡെവലപ്പാക്കി ഞാൻ കൊണ്ടുവന്നത്. ഇന്നിപ്പോ ഞാനിവിടെ നിൽക്കുന്നത് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ കഴിഞ്ഞ ഇതിലൊരു തായ്ലാൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് എന്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് അന്ന് നിൽക്കാത്തൊരു വ്യക്തിയാണ് ഹസ്ബൻഡ്. എന്താ വെച്ചാല് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്, ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല. പക്ഷെ അവരെയും കൂട്ടിയിട്ട് എനിക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പേ തായ്ലാൻഡ് പോകാൻ കഴിഞ്ഞു. അതെനിക്ക് വളരെ സന്തോഷം തന്നൊരു കാര്യമാണ്. എന്താ വെച്ചാൽ ഞാൻ പറയാതെ ഞാൻ എന്റെ റിവെഞ്ച് ഞാൻ അവിടെ തീർത്തു. എന്റെ മനസ്സിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്താ വെച്ചാൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു എല്ലാവരിലും ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇനിയും തന്നെ വിദേശ ട്രിപ്പുകൾ ഒരൊറ്റൊന്നും ഞാൻ ഒഴിവാക്കൂല. പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡിനെ കൂട്ടിയിട്ടേ ഞാൻ പോകുള്ളൂ. ഞാൻ തനിച്ചൊരിക്കലും പോകില്ല. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് അതാണ് നമ്മളുടെ ഇത് എന്താ പറയുക, നമ്മളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത്രയും പ്യുവർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് വാങ്ങുക, നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇപ്പൊ കൊറോണ വന്നു അല്ലെ, കൊറോണയിൽ എന്തായാലും നമുക്ക് മരുന്നുണ്ടായിരുന്നേ? ഒന്നുമില്ല അല്ലെ. ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ആളുകൾ മാത്രമാണ് ഇവിടെ പിടിച്ചു നിന്നത്. അല്ലാത്ത ആളുകളൊക്കെ ഇവിടെ പോയി. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ അത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുന്നതിന് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ബെനിഫിറ്റ് കിട്ടും. പക്ഷെ ഇവിടെ നാളെ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് മാറ്റി വെക്കുന്ന സമയത്ത് നാളെ എന്നൊരു ദിവസം നമ്മളുടെ മുന്നിലില്ല. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. കൊറോണ വന്നിട്ട് ആളുകൾ മരിച്ചു പോയത് പറഞ്ഞാൽ പഴക്കൊലയിൽ നിന്ന് പഴം ഉതിർന്നു വീഴുന്ന പോലെ, പഴുത്തിട്ട് ഉതിർന്നു വീഴുന്ന പോലെയാണ് ആളുകൾ മരിച്ചു പോയത് അല്ലേ. അപ്പൊ നമ്മൾ നാളേക്ക് മാറ്റി വെക്കേണ്ട ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ഇത് മൂന്നും തരുന്ന ഒരു അതിമനോഹരമായ ഒരു കമ്പനിയാണ് നമ്മളുടെ മുന്നിലുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ മാറ്റി വെക്കേണ്ടത്? പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക, ഉപയോഗിച്ച ക്വാളിറ്റി ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടംപോലെ വെൽത്ത് ഉണ്ടാക്കാം, ഹാപ്പിനെസ് ഉണ്ടാക്കാം. ഇങ്ങനെ ഈ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പോകാൻ കഴിഞ്ഞേക്കാം, നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് പോകാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഇത്രയും എൻജോയ് ചെയ്തിട്ട് പോകാൻ കഴിയുന്ന ഒരു അവസരം എവിടെയുള്ളത്? എവിടെയില്ല. സത്യത്തിൽ ഞാനത്തെ ട്രിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞാനത് പോയത്. അപ്പൊ എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും അതാണ് പറയാനുള്ളത്. ഒരുപാട് കമ്പനികൾ നമ്മളുടെ മുന്നിലുണ്ട് അല്ലെ. ക്ഷീരമുള്ള പശുവിന്റെ അടിയിലും എന്താണ് ഒതുങ്ങുന്ന പ്രിയ ചോര തന്നെ എന്ന് പറയുന്നത് പോലെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമ്പനികളുണ്ട്. ആ കമ്പനികളിലെല്ലാം നോക്കണ്ടേ, നമ്മളുടെ കമ്പനിയുടെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ക്വാളിറ്റി തിരിച്ചാണ് നിങ്ങൾ അത് വാങ്ങുക, ഉപയോഗിക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മീറ്റിങ്ങിന് ആളെ കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോളജ് കിട്ടും, അവർക്ക് ആ നോളജ് കിട്ടും. നിങ്ങൾ 10 പ്രാവശ്യം പറയേണ്ടത് ഇവിടെ കൊണ്ടുവന്ന് ഒരൊറ്റ ദിവസം ഇരുത്തിയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ ഒന്ന് നിങ്ങൾക്ക് വേണം എന്ന് കരുതിയിട്ട് ഈ ബിസിനസ് ചെയ്യണം. ഇപ്പൊ ഇന്ന് പുതിയ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടാവാം. എന്താ വെച്ചാൽ ലീഡേഴ്സിന്റെ നിർബന്ധ പ്രകാരം ഒരുപാട് വിളിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവിടെ ആളുകൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ ആ ആളുകളോട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണം എന്ന് കരുതി നിങ്ങൾ ഈ ബിസിനസ് ചെയ്താൽ മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ മുടിക്കാൻ വന്നു എന്നുള്ള കാരണം കൊണ്ട് ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല. ഇപ്പൊ പഠിക്കാൻ ശ്രമിക്കുക, അവരടുത്ത് ചോദിക്കുക, മനസ്സിലാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.